ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. മനുഷ്യ ജീവിതത്തിൽ കഷ്ടതകളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഒക്കെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ, ഏറ്റവും മൂർധന്യമായിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ മനുഷ്യർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ദൈവത്തിന് ശക്തിയുണ്ടോ എന്ന ചോദ്യം. തീർച്ചയായിട്ടും പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും കഷ്ടതകളുടെയും ആധിക്യത്തിൻ്റെ ഇടയിൽ മനുഷ്യൻ നിലയില്ലാതെ പിടിവിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവത്തിന് ശക്തിയുണ്ടോ. ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ മനുഷ്യർ ദൈവത്തോട് നിലവിളിക്കുന്ന, ചോദിക്കുന്ന സാധാരണമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവത്തിന് ശക്തിയുണ്ടോ എന്നുള്ള ചോദ്യം. കാര്യം പ്രതിസന്ധികളുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഏതൊരു മനുഷ്യനായിരുന്നാലും അങ്ങനെ ചോദിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എത്ര വലിയ പ്രഭാഷകനാണെന്ന് പറഞ്ഞിരുന്നാലും, വലിയ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നാലും, ആത്മീയത തിളച്ചു മറിഞ്ഞു നിൽക്കുന്നവനാണെന്ന് പറഞ്ഞിരുന്നാൽ പോലും പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ നിലയില്ലാതെ വരുമ്പോൾ മനുഷ്യൻ മിക്കവാറും ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിന് ശക്തിയുണ്ടോ എന്ന ചോദ്യം മിക്കവാറും എല്ലാവരുടെ നാവിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഏറെക്കുറെ മനുഷ്യരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. പുറത്തുള്ള ആൾക്കാരും ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നിന്റെ ദൈവത്തിന് ശക്തിയുണ്ടോ എന്നൊക്കെ നമ്മളെ നോക്കി ആൾക്കാർ പുച്ഛിച്ചും പരിഹസിച്ചുമൊക്കെ ചോദിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയെ രണ്ട് നിലയിലാണ് ആൾക്കാർ ഇത്തരത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ചിലപ്പോൾ നമ്മൾ തന്നെ, വിശ്വാസം പ്രഖ്യാപിക്കുന്നവർ തന്നെ, യേശുവിനെ ആരാധിക്കുന്നവർ തന്നെ, ദൈവത്തിന് സ്തോത്രം പറയുന്നവർ തന്നെ പലപ്പോഴും ദൈവത്തിന് ശക്തിയുണ്ടോ എന്ന് അവർ തന്നെ ചോദിച്ചേക്കാം. പോരാ, പുറത്തുള്ള ആൾക്കാരും നമ്മുടെ വിശ്വാസത്തിന് നേരെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് കടന്നു വരാറുണ്ട്. ബൈബിൾ ഇന്ന് രാവിലെ ഇതിനകത്ത് നിന്നൊരു മറുപടി പറയാനായിട്ട്, അങ്ങനെ ചോദിക്കുന്നവരോട് ഇന്ന് രാവിലെ കർത്താവിനൊരു മറുപടി പറയാനായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഒരു രാജാവ് വന്ന് ദാനിയേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ രാവിലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാനായിട്ട് ശ്രമിക്കുന്ന ഏറ്റവും വലിയ ചിന്ത. രാജാവിനെ അല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളൊരു ഗംഭീരമായിരിക്കുന്ന കൽപ്പന ബാബിലോണിലുണ്ടായിരുന്നു. ഈ കൽപ്പനയുടെ നടുവിൽ ദൈവത്തെ മാത്രം പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ദാനിയേൽ, അവൻ രാജാവിനോട് പ്രാർത്ഥിക്കാതെ ദൈവത്തോട് തന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. പക്ഷേ എഴുതി വച്ചിരിക്കുന്ന കൽപ്പന പ്രകാരം രാജാവിനോട് പ്രാർത്ഥിക്കാത്തവരെ സിംഹങ്ങളുടെ കുഴിയിൽ ഇട്ട് കളയുമെന്നുള്ള ആ കൽപ്പന നിവൃത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ച ദാനിയേലിനെ പിടിച്ച് സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ട് കളഞ്ഞു. എന്നാൽ രാജാവിന് അവനെ സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ട് കളയുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിയമം അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് രാജാവിന് അത് മാറ്റാനായിട്ട് കഴിയത്തില്ല. അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവ് കാത്തിരിക്കുകയാണ്. വളരെ പ്രഭാതത്തിൽ സിംഹത്തിൻ്റെ കുഴിയിലേക്ക്, ഗുഹയിലേക്ക് എത്തി നോക്കിയിട്ട് ദാനിയേലിനോട് വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ വാക്യം ഇങ്ങനെയാണ്. രാജാവ് ദാനിയേലിനോട് ചോദിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ച് വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അവിടെ ദാനിയേൽ ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്നോ, ദാനിയേൽ സുഖമായിരിക്കുന്നുണ്ടോ എന്നൊന്നും അല്ല രാജാവ് അടുക്ക വന്ന് അവനോട് ആദ്യം ചോദിച്ചത്. അവനോട് ആദ്യം ചോദിക്കുന്നത്, നീ ഇടവിടാതെ സേവിച്ച് വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിഞ്ഞോ, ദൈവത്തിന് പ്രാപ്തി ഉണ്ടായോ, ദൈവം അതിന് ശക്തനായോ എന്നറിയാനാണ് രാജാവ് ഈ രാവിലെ ഈ മനുഷ്യൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്. ദാനിയേൽ പറഞ്ഞ മറുപടി എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു, വളരെ സന്തോഷം തോന്നി. തൊട്ട് താഴെ തന്നെ ദാനിയേൽ അതിന് മറുപടി പറയുകയാണ്, രാജാവ് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ. എൻ്റെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം, രാവിലെ ഞാൻ മരിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് രാജാവ് ഈ ഗുഹാമുഖത്ത് വന്ന് നിന്ന് എൻ്റെ അടുക്ക ഈ ചോദ്യം ചോദിക്കുന്നത്. അതിന് ഗുഹയ്ക്കകത്ത് നിന്നുകൊണ്ട് ദാനിയേൽ മറുപടി പറയുന്നത്, ഞാൻ രാവിലെ മരിച്ചോ എന്നറിയാൻ വന്ന നിന്നോട് ഞാൻ പറയുന്നു, നീ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. പലപ്പോഴും ദൈവത്തിൻ്റെ ശക്തിയെ ചോദിച്ചുകൊണ്ട് ആരാനും നമ്മൾക്ക് നേരെ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ദീർഘായുസ്സോടെ ഇരിക്കാൻ നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. കാര്യം നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നൊമ്പരങ്ങൾക്ക് വേണ്ടിയിട്ട് നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്തു വരുന്ന ഏതൊരുത്തനും ആ ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയേണ്ടതിന് നാം അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിന് ശക്തി ഉണ്ട് എന്ന്
ദൈവം തെളിയിക്കുന്ന നാളുകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ദൈവത്തിന് ശക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ വേളകളിൽ കർത്താവ് നിശ്ചയമായിട്ട് നമുക്ക് തെളിയിച്ച് തന്നിട്ടുണ്ട്. കർത്താവ് തെളിയിക്കുന്നുണ്ട്. നാളെ കർത്താവ് അത് തെളിയിക്കും. ദൈവത്തിന് ശക്തി ഉണ്ട് എന്ന് ദൈവം തെളിയിക്കുന്ന ആ നാളുകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ കഷ്ടതകളിലൂടെ പോകുന്ന, വെല്ലുവിളികളിലൂടെ പോകുന്ന, പുറത്തു വരാൻ പഴുതില്ലാതെ ഇങ്ങനെ അടയ്ക്കപ്പെട്ടു പോയ ആരെങ്കിലും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആ ദാനിയേൽ പറഞ്ഞതുപോലെ ഞാൻ ഉറക്കെ പറയുന്നു, ദൈവം വിടുവിപ്പാൻ ശക്തനായി എനിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്നു എന്നതുപോലെ നിങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ടുണ്ടാകും. പ്രിയരെ, ദൈവത്തിൻ്റെ ശക്തി എവിടെയെന്ന് നിങ്ങൾ തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ടാകാം. നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളുടെ ആധിക്യ നിമിത്തം നമ്മുടെ ബന്ധുജനങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം. പുറത്തുള്ള നമ്മുടെ സഹപാഠികൾ, സ്നേഹിതർ, ദൈവമക്കൾ ചോദിച്ചിട്ടുണ്ടാകാം, ദൈവത്തിന് ശക്തി ഉണ്ടോ എന്ന്. ദൈവത്തിന് ശക്തി ഉണ്ട് എന്ന് ദൈവം തെളിയിക്കുന്ന ആ നല്ല ദിവസങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ ഗുഹയ്ക്കകത്ത് നിന്ന് ദാനിയേൽ പുറത്തു വരുന്നത് പഴയ മനുഷ്യനായിട്ടല്ല, ആ പഴയ കഷ്ടത പിടിച്ച ആ ഒരു വ്യക്തിയായിട്ടല്ല, ഭയന്ന് വിറച്ച് മറ്റുള്ളവരുടെ ആക്ഷേപത്തിനും നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രീഭൂതനായിക്കൊണ്ട് അകത്തു പോയവനല്ല പുറത്തു വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ ആ മനുഷ്യൻ തീർത്തും ജയശാലിയായിട്ടാണ് പുറത്തു വരുന്നത്. കൽപ്പനകളെ അട്ടിമറിച്ചിട്ട് കൊണ്ടാണ് അവൻ പുറത്തു വരുന്നത്. അന്ന് വരെ എഴുതി വച്ചിരുന്ന ആ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ മനുഷ്യൻ പുറത്തേക്ക് വരുന്നത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തനായി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ആ കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങൾക്ക് നേരെയുള്ള ആ പ്രതിസന്ധികളെ, വെല്ലുവിളികളെ, വിധിയെഴുത്തുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് സമൂഹത്തിൽ തെളിയിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 9-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് മറ്റൊരളവിൽ ലഭിക്കണം. ഏതളവിലാണെന്നറിയാമോ? നമ്മളിൽ സകല കൃപയും പെരുക്കി തരാൻ, വർദ്ധിപ്പിച്ചു തരാൻ ദൈവം ശക്തനാണ്. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടുന്നത് ദൈവം ഇറങ്ങി വന്ന് പ്രശ്നങ്ങളെ നീക്കുമ്പോൾ മാത്രമല്ല, ആ പ്രശ്നങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ദൈവകൃപ കൂടി നൽകാൻ ദൈവം ശക്തനായ ദൈവമാണ്. തീയിലേക്ക് 3 ബാലന്മാർ പോകുമ്പോഴത്തേക്കും അവർ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പറച്ചിലുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമുണ്ട്. ഈ ദൈവത്തിന് എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ ഈ ദൈവത്തിന് കഴിയും. അടുത്ത പദം കുറച്ചുകൂടി വിശാലമായിരിക്കുന്ന അർത്ഥത്തിൽ പറയേണ്ടുന്നതാണ്, കഴിഞ്ഞില്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കാനായിട്ട് പോകുന്നില്ല. ദൈവത്തിന് ശക്തി ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഈവൻ ചില പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നമ്മളെ വിടുവിച്ചില്ലെങ്കിൽ പോലും അവൻ്റെ ശക്തിക്ക് ചോർച്ച വന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ദൈവകൃപയെ പെരുക്കി തരാൻ ദൈവം ശക്തനാണ്. ചില രോഗങ്ങൾ ഒരുപക്ഷെങ്കിൽ നമ്മളെ വിട്ടുപോകത്തില്ല, പക്ഷേ ആ രോഗങ്ങളെ അതിജീവിക്കുന്ന ദൈവകൃപയെ പെരുക്കി തരാൻ ദൈവം ശക്തനാണ്. ചില വെല്ലുവിളികൾ ആയുസ്സിൽ എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാകാനും സാധ്യതയുണ്ട്, പക്ഷേ എങ്കിലും അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപയെ പെരുക്കി തരാൻ ദൈവം ശക്തനാണ്. ദൈവത്തിൻ്റെ ശക്തി 2 അളവിലാണ് തിരുവഴുത്ത് നമ്മളോട് പറയുന്നത്. ഒന്ന്, ആ പ്രശ്നത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ശക്തനാണ്. അഥവാ ആ പ്രശ്നം ജീവിത അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നിരുന്നാൽ പോലും, 2-ാമത്തെ ഭാഗം, ആ പ്രശ്നത്തെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപയെ പെരുക്കി തരാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലുകൾ, അങ്ങനെയുള്ള വർത്തമാനങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നുകിൽ ദൈവം തന്നെ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ദൈവകൃപ ദൈവം നിന്നിൽ വർദ്ധിപ്പിച്ചു തരും. അതാണ് ദൈവശക്തിയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ദൈവശക്തിയിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.